ജമ്മു കാശ്മീരിന്റെ വിഭജന ചർച്ചകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ ചർച്ചകൾക്ക് ഇപ്പോൾ പുതിയ വഴിത്തിരിവായിരിക്കുകയാണ്. ജമ്മു കാശ്മീരിനെ കാത്തിരിക്കുന്നത് സംസ്ഥാന പദവിയോ അതോ വീണ്ടും ഒരു വിഭജനമോ എന്നതാണ് ചർച്ചയിലെ പുതിയ മാനം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കുകയും സംസ്ഥാനം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തതിന്റെ 6ാം വാർഷിക വേളയിലാണിത്. 2019 ഓഗസ്റ്റ് 5-നാണ് സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി ഒഴിവാക്കുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തത്. വാർഷിക വേളയിൽ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന അഭ്യൂഹം ഉയർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടതോടെ ചർച്ചകൾ ചൂടുപിടിച്ചുവെങ്കിലും വാർഷിക ദിനം കഴിഞ്ഞ് 3 ദിവസമായിട്ടും പ്രഖ്യാപനമുണ്ടായില്ല. ഇതോടെയാണ് കാശ്മീരിനെ നിയമസഭയിലില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കി ജമ്മുവിന് സമാന പദവി നൽകുമെന്ന ചർച്ച സജീവമായത്. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാശ്മീരിൽ നിന്നുള്ള അഹമ്മദ് ഭട്ട്, ഖുർഷീർ അഹമ്മദ് മാലിക് എന്നിവർ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഇത് കാരണമാണ് കേന്ദ്ര പ്രഖ്യാപനം വൈകുന്നതെന്ന അഭിപ്രായവുമുണ്ട്. ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്ന പ്രഖ്യാപനം നടത്തുമോ എന്നതാണ് ആകാംക്ഷ. ഭാഗ്യവശാൽ മോശമായതൊന്നും സംഭവിക്കില്ല, അഥവാ നിർഭാഗ്യവശാൽ നല്ലതും സംഭവിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. ഇതിൽ മോശമെന്ന് ഉദ്ദേശിച്ചത് മറ്റൊരു വിഭജനമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. നല്ലത് എന്നത് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കലും. കഴിഞ്ഞ ഒക്ടോബറിൽ അധികാരമേറ്റതു മുതൽ ഒമർ സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നുമുണ്ട്. ചർച്ചയിലുള്ള വിഭജനം മേഖലയെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുമെന്ന ആശങ്ക പലരും ഉയർത്തുന്നുണ്ട്. BJPക്ക് ഭരണമുറപ്പിക്കാൻ ഹിന്ദു ഭൂരിപക്ഷ ജമ്മുവിനൊപ്പം തെക്കൻ കാശ്മീരിലെ അനന്ത്നാഗ്, രാജൌറി ലോക്സഭാ മണ്ഡലവും ഉൾപ്പെടുത്തിയാകും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുകയെന്നാണ് പറയപ്പെടുന്നത്. പട്ടിക വിഭാഗക്കാർ ഏറെയുള്ള മേഖലയാണിത്. അതേസമയം മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീരാകട്ടെ കേന്ദ്രത്തിന്റെ പിടിയിൽ തുടരുമെന്നും ഇത് RSSന്റെ ആശയമാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊരു നീക്കം കാശ്മീരിൽ കേന്ദ്രവിരുദ്ധ വികാരം ശക്തിപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്.